ആത്മാവിന് ആത്മഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആത്മഭാവത്തെ സ്വന്തമാക്കേണ്ട കാര്യവുമില്ല. കാരണം അത് എപ്പോഴും ആത്മാവാണ്. പഞ്ചസാരയ്ക്ക് മധുരം തേടി നടക്കേണ്ട കാര്യമില്ല. അത് മാധുര്യത്തിൻ്റെ ഘനീഭവിച്ച ഭാവമാണ്. ഇതുപോലെ സാന്ദ്രമായ നിലനിൽപ്പും അസ്തിത്വവും ബോധവും, ഇത് മൂന്നും ചേർന്നതാണ് സത്ത്, ചിത്ത്, ആനന്ദം. ഈ മൂന്ന് അംശങ്ങളും വാസ്തവത്തിൽ ഇവ വ്യത്യസ്തങ്ങളായ മൂന്ന് അംശങ്ങളല്ല, ഒന്ന് തന്നെയാണ്. എന്നാലും ആത്മാവിനെ സച്ചിദാനന്ദ സ്വരൂപം എന്നാണ് വേദാന്ത ശാസ്ത്രം വർണ്ണിക്കുന്നത്, വിവരിക്കുന്നത്. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപമായ, എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന, എല്ലാമായി തീർന്നിരിക്കുന്ന ആ സത്യത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനു വേണ്ടി ദാഹിക്കും, എന്തിന് സ്വന്തമാക്കാൻ അദ്ദേഹം ശ്രമിക്കും? അദ്ദേഹത്തിൻ്റെ ആ നിലനിൽപ്പ് തന്നെ അദ്ദേഹത്തിന് ആനന്ദം വേണ്ടുവോളം നൽകുന്നു. ചുമ്മാതെ അങ്ങനെ ഇരുന്നാൽ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതിനെ വെല്ലുന്ന ഒരു സുഖം വേറെ ഒരിടത്തും കിട്ടത്തില്ല. തന്നിൽ താൻ അമർന്നിരിക്കുന്ന സുഖം, അതാണ് ചുമ്മാതിരിക്കുക എന്ന് പറയുന്നത്. അതാണ് നമ്മെക്കൊണ്ട് പറ്റാത്ത കാര്യം. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അസ്വസ്ഥതയാണ് ഉള്ളിൽ, അസ്വസ്ഥത. ഏത് കർമ്മമായാലും ശരി, സാത്വികമോ രാജസമോ താമസമോ ആയ ഏത് കർമ്മവും ഉള്ളിൽ അസ്വസ്ഥത കാരണം ജനിക്കുന്നതാണ്. എന്താണ് ഈ അസ്വസ്ഥത? മനസ്സിൻ്റെ ചലനം. മനസ്സിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ ചിന്തകൾ. ചിന്തകളെന്ന് പറഞ്ഞാൽ വാസനകൾ ചലനങ്ങളായി മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ വാസനകൾ തന്നെയാണ് കർമ്മങ്ങൾക്ക് കാരണം. ആ വാസനകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടാതെ കർമ്മത്തിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ സാധ്യമല്ല. കാരണം നശിച്ചാലേ കാര്യം നശിക്കും. ശരീര ചലനങ്ങൾക്ക് കാരണം മാനസിക ചലനങ്ങളാണ്. ആ മാനസിക ചലനങ്ങൾക്ക് കാരണം ഉള്ളിലുള്ള കർമ്മവാസനകളാണ്. ആ വാസനകൾ നശിക്കാതെ കർമ്മചലനം നിലയ്ക്കുകയില്ല. ജ്ഞാനിയുടെ ശരീരം പോലും ഈ നിയമത്തിന് വിധേയമാണ്. അതിനെയാണ് ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് ഒരിടത്ത് എന്തുകൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്? എന്തിനാണ് അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുന്നത്? എന്തിനാണ് ലോകരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ ആ കർമ്മങ്ങളിൽ നിന്ന് ജ്ഞാനിക്ക് പോലും വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നിരിക്കെ അജ്ഞാനികളായ നമ്മൾ എങ്ങനെയാണ് കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് നിൽക്കുക? ഒരിക്കലും സാധ്യമല്ല. കർമ്മം നടക്കട്ടെ, പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഉള്ളിൽ ഉദിക്കാതെ നോക്കുക. എൻ്റെ കർമ്മവാസനകളാണ് എൻ്റെ ശരീര ചലനത്തിന് കാരണം. ഞാൻ കർമ്മവാസനകളുടെയും ശരീര ചലനങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും സാക്ഷിയാണ്. സാക്ഷിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവില്ല. കർത്താവിനാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. കർമ്മം ചെയ്യുന്നതാരോ ആ വ്യക്തിയാണ് കർമ്മഫലങ്ങൾക്ക് അധികാരിയാവുന്നത്. സാക്ഷിഭാവത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ കർമ്മഫലങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. പക്ഷെ എങ്ങനെയാണ് സാക്ഷിഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മാവാണ്, ആത്മാവ് സർവസാക്ഷിയാണ്. ആത്മാവ് എന്തെങ്കിലും കർമ്മം ചെയ്യുന്ന ഒന്നല്ല, അത് കർത്താവല്ല, അത് കർമ്മവുമല്ല, അത് കർത്താവിൻ്റെയും കർമ്മങ്ങളുടെയും സാക്ഷിയാണ്. ആ സാക്ഷിയായി നിൽക്കുന്നതാണ് താൻ ഭാവത്തിൽ നിൽക്കുക എന്നതുകൊണ്ട് ദുർഗാനന്ദ സ്വാമി ഉദ്ദേശിക്കുന്നത്. ആ സാക്ഷിഭാവത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ തനിക്കും തൻ്റെ ശരീരചലനങ്ങൾക്കും മാനസിക ചലനങ്ങൾക്കും തമ്മിൽ ഇവയ്ക്കൊന്നും താനുമായി യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു,
ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ പുറകെ പോവില്ല. എന്നെ വലിച്ചുകൊണ്ട് ഓടാൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ കർമ്മങ്ങൾ നമ്മെ വലിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. എന്തു ചെയ്യാം? അത് ഈ അഹങ്കാരവുമായി, ഞാൻ ഭാവവുമായി താതാത്മ്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഭാവത്തിൽ നിന്ന് ഒരു പടി ഉയർന്ന് ഞാനിൻ്റെയും സാക്ഷിയായിരിക്കുന്ന താനാകുന്ന ആത്മാവാണ് ഞാൻ എന്നറിയാൻ കഴിഞ്ഞാൽ ഈ സാക്ഷിഭാവത്തിൽ നിൽക്കാൻ നമുക്ക് അനായാസേന കഴിയും. അതിന് തന്നെ ബന്ധങ്ങളിൽ നിന്ന് വിടർത്തുകയാണ് ചെയ്യേണ്ടത്. ബന്ധങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് വിച്ഛേദിക്കണം. എങ്ങനെ വിച്ഛേദിക്കും? കർമ്മം ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇതെല്ലാം കർമ്മം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ്. പിന്നെ ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കി തരുന്നവ 5 നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ചലനം അത് ഞാനുമായി ബന്ധപ്പെട്ടതല്ല, എനിക്ക് ഇവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ എപ്പോഴും വേർതിരിച്ച് കാണാൻ കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ താൻ ആത്മാവാണ് എന്ന ഭാവത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ, അത് തന്നെയാണ് സാക്ഷിഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഹങ്കാരവുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. അതൊരു മോശമായ കൂട്ടുകെട്ടാണ്. ഏത്? അഹങ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ആത്മാവിനെ കൂട്ടുപിടിക്കൂ. അദ്ദേഹമാണ് നമ്മുടെ എല്ലാം കൂട്ടുകാരും. ഉറ്റ സുഹൃത്ത്, നമ്മുടെ ഹിതം മാത്രം ആഗ്രഹിക്കുന്ന യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആ സുഹൃത്തിനെ ശ്രദ്ധിക്കാതെ, ആ സുഹൃത്തുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ, ഇല്ലാത്ത നിഴല് പോലെയുള്ള അഹങ്കാരവുമായി നമ്മൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. എന്നാലേ നമുക്ക് ആത്മാവുമായി ബന്ധം പുലർത്താൻ സാധിക്കുകയുള്ളൂ. യദുദാരമനോവൃത്തേർ ലോഭായ വിദിതാത്മനഃ. ജ്ഞാനിയുടെ മനസ്സിനെ ചലിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഒരു തരത്തിലുള്ള മോഹങ്ങൾക്കും അദ്ദേഹം വശംവദനാവുകയില്ല. ഒരു സുഖവും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കാൻ പര്യാപ്തമല്ല. അത്ര കണ്ട് ആത്മനിയന്ത്രണം നേടിയ ആളാണ് ആത്മജ്ഞാനി. ഏറ്റവും കൂടുതൽ ആത്മനിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ ആത്മാവിന് തന്നെയാണ്. ആത്മാവിനോളം ആത്മനിയന്ത്രണം ഒരു വ്യക്തിക്കും നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആത്മാവായി അംഗീകരിച്ച ഒരു വ്യക്തിക്ക് ആ ആത്മനിയന്ത്രണം എന്നുള്ള ശ്രേഷ്ഠമായ നില താനേ കൈവരും. ഒരു പ്രയാസവുമില്ല. ഞാൻ അല്പനായ ഒരു ജീവനാണ് എന്ന ചിന്തയെ ഉപേക്ഷിക്കും. ഞാൻ ആത്മാവാണ്. ഈ ആത്മഭാവന നിരന്തരം പുലർത്തൂ. അനായാസേന നമുക്ക് സാക്ഷിഭാവത്തിൽ നിൽക്കാൻ കഴിയും. ജഗദേവ തൃണം യസ്യ ന കിഞ്ചിത് രജയേവ വാ കിം നാമ തസ്യ ഭവതോ അന്യദാദേയതാം ഗതം. ജഗദേവ തൃണം യസ്യ. ഈ പ്രപഞ്ചം പുല്ലിന് സമാനം. തൃണം ഏറ്റവും വില കുറഞ്ഞത്. മനുഷ്യരെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടന്നു പോകുന്നതാണ് ഈ പുല്ലെന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിക്കാതെ അയാളെ അവഗണിച്ചാൽ അയാൾ പറയും അയാൾക്ക് എന്നോട് പുല്ല് ഭാവമാണ് എന്ന് പറഞ്ഞ് എന്നെ പുല്ലനായി അയാൾ കരുതുന്നു. പുല്ലൻ, തുരുമ്പൻ എന്നൊക്കെ പറയും. ഇതൊക്കെ അങ്ങേയറ്റം നികൃഷ്ടങ്ങളായ എന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത വസ്തുക്കളാണ്. ഇതിനെയൊന്നും ആരും ആദരിക്കാറോ ബഹുമാനിക്കാറോ ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളത്, പ്രപഞ്ചം തന്നെ ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ തൃണസമാനമാണ്. ജഗദേവ തൃണം യസ്യ നകിഞ്ചിത് രജയേവവ. ഇതിന് അദ്ദേഹം അശേഷം പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. പുല്ല് അല്ലെങ്കിൽ
പൊടി, ധൂളി, പൊടിപടലങ്ങൾ, അതിനെ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങേയറ്റം നിസ്സാരമായ വസ്തുക്കളാണ് ഈ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത്. ആ പൊടിപടലം പോലെയേ പ്രപഞ്ചത്തെ ഒരു ജ്ഞാനി കാണുന്നുള്ളൂ. കിം നാമ തസ്യ ഭവതോ അന്യദാദേയതാം ഗതം. അങ്ങനെ പ്രപഞ്ചത്തെ തൃണസമാനമായി അല്ലെങ്കിൽ ഒരു പൊടിക്ക് തുല്യമായി കാണുന്ന ജ്ഞാനിക്ക് സ്വീകാര്യമായി ത്രിഭുവനങ്ങളിൽ എന്താണുള്ളത്? അദ്ദേഹം എന്തിനെയെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുമോ? എന്തിനെയെങ്കിലും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും വേണ്ടാത്ത വ്യക്തിയാണ് ജ്ഞാനി. നിങ്ങൾക്ക് ജ്ഞാനം ഉറപ്പ് വന്നോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്, ഒരു പരീക്ഷണമുണ്ട്. എനിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും വേണ്ട. ആ ഒന്നും വേണ്ട എന്നുള്ളതിൽ തൻ്റെ ശരീരവും മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം ഉൾപ്പെടണം. എനിക്ക് ഈ ശരീരം വേണം, മറ്റൊന്നും വേണ്ട, അങ്ങനെ വിചാരിച്ചാൽ പറ്റില്ല. എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. കർമ്മം ചെയ്യണം എന്നും നിർബന്ധമില്ല, ചെയ്യണ്ട എന്നും നിർബന്ധമില്ല. അങ്ങനെ ഒരു മനസ്ഥിതി നേടിയാൽ അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, ശരിക്കുള്ള സ്വാതന്ത്ര്യം. കർമ്മം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതിലോ അല്ല. കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു വ്യത്യാസവുമില്ല, ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും സമം എന്ന മനോഭാവം വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം, വേറെ ഒന്നുമല്ല. ചെയ്യണോ? ചെയ്യാം. മേലാൽ ഇത് ചെയ്തു പോരുത്, ചെയ്യുന്നില്ല. എന്ത് അല്ല, ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഈ കർമ്മം നമ്മുടെ നിയന്ത്രണത്തിലില്ല. പ്രകൃതി ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ, സത്വഗുണം കർമ്മത്തിന് കാരണമല്ല, രജസ്സും തമസ്സുമാണ് നമ്മെ കർമ്മത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ ഗുണങ്ങളാണ് കർമ്മങ്ങൾക്ക് ഉത്തരവാദി, ആത്മാവല്ല. പക്ഷേ അഹങ്കാരവുമായി താതാത്മ്യപ്പെട്ട് കഴിയുന്ന വ്യക്തികൾ അവർ പലതും ചെയ്യുന്നതായും ചില സമയങ്ങളിൽ ചെയ്യാതിരിക്കുന്നതായും കരുതുന്നു. അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. പ്രകൃതി ചലിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ശരീരം ചലിച്ചേ പറ്റൂ. പ്രകൃതി ചലിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അനങ്ങാൻ പറ്റില്ല. കർമ്മം ചെയ്യാൻ ചിലർക്ക് പറ്റില്ല, പക്ഷെ അത് ഒരിക്കലും ആലസ്യം കാരണമായിട്ടല്ല. കർമ്മ പ്രേരണ ഉള്ളിലുണ്ടാവുന്നില്ല, കർമ്മചോദന, ഒരു പ്രചോദനം ഉള്ളിലുണ്ടാവുന്നില്ല കർമ്മം ചെയ്യണമെന്ന്. അപ്പോൾ ബാഹ്യദൃഷ്ടിയ കുഴിമടിയനും ജ്ഞാനിയും ഏതാണ്ട് ഒരുപോലെ തോന്നും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ. ജ്ഞാനിയും അങ്ങനെ വലിയ കർമ്മങ്ങളൊന്നും സാധാരണ ചെയ്യാറില്ല. ഓടി നടന്ന് കർമ്മങ്ങൾ ചെയ്ത ജ്ഞാനികളുണ്ട്. ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുദേവനെയും വിവേകാനന്ദ സ്വാമികളെയും പോലെ കൊടുങ്കാറ്റായി പാറി നടന്ന ജ്ഞാനികൾ നമ്മുടെ ഭാരതദേശത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നും വലിയ കർമ്മമൊന്നും ചെയ്യാതെ മിക്കവാറും ഒരിടത്ത് അടങ്ങി ശാന്തനായി കഴിഞ്ഞിരുന്ന രമണ മഹർഷിയെ പോലെയുള്ള ജ്ഞാനികളും ഈ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുന്ന ജ്ഞാനിയോ മേലെ കർമ്മം ചെയ്യാതെ ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന ജ്ഞാനിയോ മേലെ നിങ്ങൾ ബാഹ്യ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ജ്ഞാനികളെ വിലയിരുത്താൻ നോക്കണ്ട. അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം, അതാണ് അവരുടെ ശ്രേഷ്ഠതയ്ക്ക് കാരണം.
ഒരു ജ്ഞാനിയുടെ ശരീരം ചലിക്കുന്നു, വേറൊരു ജ്ഞാനിയുടെ ശരീരം ചലിക്കുന്നില്ല. അതിന് കാരണം പ്രകൃതിയാണ്. ആ വ്യക്തിയുടെ, ആ ജീവൻ്റെ പ്രാരബ്ധമാണ്. ആ ജീവൻ താൻ ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാലും ഈ കർമ്മവാസനകൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, അത് ആ ശരീരത്തെ വീണ്ടും ചലിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവർ കർമ്മം ചെയ്തേ പറ്റൂ. പക്ഷേ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ അറിവാണ് പ്രധാനം. ഒരു ജ്ഞാനി കർമ്മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കർമ്മം ചെയ്യുന്ന ജ്ഞാനികൾ മോശക്കാരാണെന്നും കർമ്മം ഒന്നും ചെയ്യാതെ ഒരിടത്ത് തന്നെ മിക്കവാറും ധ്യാനത്തിലോ സമാധിയിലോ ഒക്കെ കഴിയുന്ന ജ്ഞാനികൾ ശ്രേഷ്ഠരാണെന്നും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ജ്ഞാനികളെ വിലയിരുത്തുന്നത് ശരിയല്ല. ജ്ഞാനത്തിനാണ് പ്രാധാന്യം, മുഖ്യത്വം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും ജ്ഞാനിക്ക് ആവശ്യമില്ല. കിം നാമ തസ്യ ഭവതു അന്യദാദേയതാം ഗതം. ജ്ഞാനി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, അഭിലഷിക്കുന്ന ഒന്നും തന്നെ ത്രിഭുവനങ്ങളിലും ഇല്ല. കാർസ്നപര ഏവകാര, ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചത്തിലുള്ള ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുള്ളതായി അദ്ദേഹം കരുതുകയില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. യാതൊരു സംശയവുമില്ല, ജ്ഞാനിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും ആവശ്യമില്ല. അതിൽ അശേഷം സംശയമില്ല എന്നാണ് പറയുന്നത്. കൃത്സ്നം ജഗത് യസ്യ തൃണം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ തൃണസമാനമാണ്. രജോ നകിഞ്ചിദേവവ, ഇത് വെറും പൊടിപടലങ്ങളാണ്. പരമാത്മാവാകുന്ന മരുഭൂമിയിൽ മായയാകുന്ന കാറ്റടിക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങളാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന് കാണുന്നവനാണ് ജ്ഞാനി. പൊടിപടലങ്ങളെപ്പോലെ നിസ്സാരമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ. അപ്പോൾ പൊടി ആരെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിക്കുമോ? പൊടി കൊണ്ട് എന്താ പ്രയോജനം? കല്ലോ മണ്ണോ ആണെങ്കിലും നമുക്ക് വീട് കെട്ടാൻ ഉപയോഗിക്കാം. പൊടിപടലങ്ങൾ, അതുകൊണ്ട് എന്ത് പ്രയോജനം? അത്ര നിസ്സാരമാണ് ജ്ഞാനിയുടെ കാഴ്ചയിൽ പ്രപഞ്ചം. തസ്യ ധീരസ്യ അന്യത് അനാത്മഭൂതം കിമാദേയതാം ഗതം ഉപാദേയമസ്തു. തനിക്ക് അന്യമായതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല, താൻ തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് വ്യക്തമായി അനുഭവിക്കുന്ന വ്യക്തിയാണ് ഈ ജ്ഞാനി. അദ്ദേഹത്തിന് ആത്മാവല്ലാത്തതായിട്ട് ഒന്നുമില്ല. ആത്മാവല്ലാത്തതിനെയാണ് അനാത്മാവ് അഥവാ ജഡം എന്ന് പറയുന്നത്. ജഡദൃശ്യങ്ങളിലാണ് മനുഷ്യർ മോഹിച്ചു പോകുന്നത്. ശരീരം, പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബാഹ്യപദാർത്ഥങ്ങൾ, ജീവജാലങ്ങളുടെ ശരീരങ്ങൾ എല്ലാം ജഡങ്ങളാണ്. ഈ ജഡമോഹമാണ് മനുഷ്യരുടെ ദുഃഖത്തിന് കാരണം. ജഡം എന്നൊന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല. ആത്മാവിൽ മായ വെറുതെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ഈ ജഡദൃശ്യങ്ങൾ. അപ്പോൾ ആ ജഡദൃശ്യങ്ങളിൽ ജ്ഞാനിക്ക് അശേഷം മോഹമില്ല. അതുകൊണ്ട് ഒരു ജഡത്തെയും സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ആ ജഡവുമായി ചേർന്ന് നിന്ന് ലഭിക്കുന്ന സുഖത്തെ അനുഭവിക്കാനോ ജ്ഞാനി ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ട് ഒന്നുമില്ല. അദ്ദേഹം ഉള്ളുകൊണ്ട് എല്ലാറ്റിനെയും പരിത്യജിച്ചിരിക്കുന്നു. ഒന്നും വേണ്ട. താൻ പൂർണ്ണവസ്തുവാണ്, താൻ ബ്രഹ്മമാണ്, എല്ലാമായി കാണപ്പെടുന്നത് ഈ ബ്രഹ്മമാണ്. അപ്പോൾ ആ അധിഷ്ഠാന വസ്തുവാണ് താൻ എന്ന് അദ്ദേഹം സാക്ഷാത്കരിച്ചതുകൊണ്ട് മായാകാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുടുങ്ങിപ്പോകുന്നില്ല. നകിഞ്ചിത് ഇത്യർത്ഥ, ഒന്നിലും അദ്ദേഹം മോഹത്തെ പ്രാപിക്കുന്നില്ല. നിർവാഹിത ജഗത്യാത്ര പരിപൂർണമനാ മുനി യഥാസ്ഥിത
യഥാസ്ഥിതമസാവാസ്തേ സംപ്രയാതി യഥാഗതം നിർവാഹിത ജഗത് യാത്ര. പ്രപഞ്ചയാത്ര അവസാനിപ്പിച്ചവനാണ് ഞാൻ. യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത്? ലക്ഷ്യത്തിലെത്തുമ്പോൾ. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര ആവശ്യമില്ല. യാത്ര ആരംഭിക്കുന്നത് തന്നെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ്. അപ്പോൾ ലക്ഷ്യപ്രാപ്തി കൈവന്നാൽ പിന്നെ യാത്രയുടെ ആവശ്യമില്ല. ജീവിതം, ഈ സംസാര ജീവിതം എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു ദീർഘയാത്രയാണ്, ഒരു നീണ്ട യാത്രയാണ്. ജീവൻ തൻ്റെ സ്വരൂപത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ പല പ്രാവശ്യം ജനിക്കുന്നു, മരിക്കുന്നു. അത് ജീവൻ്റെ കർമ്മഫലം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ യാത്ര അവസാനമില്ലാതെ തുടരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെങ്കിലും ഓരോ ജീവനും താൻ ആത്മാവാണെന്ന സത്യം തിരിച്ചറിയണം. അതാണ് ജഗതീശ്വരൻ്റെ നിശ്ചയം. ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നത് വരെ ജീവൻ ജനിച്ചു മരിച്ചേ പറ്റൂ. ഞാൻ ആത്മാവാണെന്നുള്ള പരമസത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കേണ്ട കാര്യമില്ല, മരിക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കുള്ള ജീവിതത്തിൻ്റെയും ആവശ്യമില്ല. തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നവനാണ് ജ്ഞാനി. നിർവാഹിത ജഗത് യാത്ര, ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയ ആൾ. പരിപൂർണമനാഹ, മനസ്സ് നിറഞ്ഞവനാണ്, തൃപ്തി വന്നവനാണ്. നമുക്ക് അനുഭവിച്ചതിലൊന്നിലും തൃപ്തി വന്നിട്ടില്ല. താത്കാലികമായ തൃപ്തി ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ വേണ്ട, എനിക്കിനി ഇത് ഇനിമേൽ ഒരിക്കലും വേണ്ട, ഇതിനെ ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായി ഒന്നിനെയും പരിത്യജിക്കാൻ പറ്റുന്നില്ല. അതായത് യഥാർത്ഥ തൃപ്തി നമ്മുടെ ഉള്ളിൽ ഉദിച്ചിട്ടില്ല എന്നർത്ഥം. ജ്ഞാനി അങ്ങനെയല്ല, സമ്പൂർണ്ണ മനസ്കനാണ്, മനസ്സ് നിറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അനന്തമായ സുഖം അനുഭവിക്കുന്നവൻ. തൃപ്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വിലസുന്നു. മുനിഹി, അദ്ദേഹം മുനിയാണ്. മുനി എന്ന് പറഞ്ഞാൽ ഋഷി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്. മുനിയുടെ ഭാവമാണ് മൗനം. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും മൗനസ്ഥിതിയിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചലനങ്ങളില്ല. മനസ്സ് ചലിക്കാതെ നിങ്ങൾ വാഗൊണ്ട് തോരാതെ സംസാരിച്ചോളൂ, ഒരു തെറ്റുമില്ല. പക്ഷേ മനസ്സിൻ്റെ ചലനങ്ങളാണ് സാധാരണഗതിയിൽ വാക്കുകളായി, സംസാരമായി പുറത്തേക്ക് വരുന്നത്. ജ്ഞാനികൾ സംസാരിക്കുമ്പോഴും അവരുടെ മനസ്സ് നിശ്ചലമായിരിക്കും. ഉള്ളിൽ സങ്കല്പങ്ങളില്ലാതെ, ചലനം സംഭവിക്കാതെ അദ്ദേഹം ഗംഭീരമായി സംസാരിക്കുന്നു, ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആ ജ്ഞാന നിലയിൽ എത്തിച്ചേർന്നാലേ അതെന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. യഥാസ്ഥിതം അസാവാസ്തേ, അദ്ദേഹം തൻ്റെ ശരീരത്തെ പ്രകൃതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈ ശരീരം എൻ്റേതാണ് എന്ന ഒരു മമതയുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നത്. ഈ ശരീരം നിങ്ങളുടേതല്ല, ഇത് പ്രകൃതിയുടെ സ്വത്താണ്. പ്രകൃതി അതിനെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് അതിനെ പ്രവർത്തിപ്പിക്കും. നിങ്ങൾ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്നെന്തിന് തീരുമാനിക്കുന്നു? ഇത് നിങ്ങളുടെ അല്ലപ്പാ. നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതുന്ന ഒന്നും നിങ്ങളുടെ അല്ല. അത് എന്തായാലും ശരി, ശരീരമായാലും മനസ്സായാലും ബുദ്ധിയായാലും പ്രാണന്മാരായാലും അറിവായാലും, ഇനി പുറത്തുള്ള വസ്തുക്കൾ, ഭാര്യയായാലും സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവായാലും അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളായാലും അവർ സമ്പാദിച്ച സ്വത്തായാലും പണമായാലും അവർ നിർമ്മിച്ച വീടായാലും
അവരുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ആയാലും ഇൻഷുറൻസ് പോളിസി ആയാലും നമ്മുടേതെന്ന് നമ്മൾ കരുതുന്ന ഒന്നും നമ്മുടേതല്ല. യഥാർത്ഥത്തിൽ ഒന്നും എൻ്റെ അല്ല എന്ന് ഉള്ളുകൊണ്ട് തീരുമാനിച്ച് ശാന്തനായിരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ശാന്തമായിരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ജ്ഞാനം. ഇനിയിപ്പോൾ നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി സാധനയൊന്നും ചെയ്യണ്ട. മനസ്സ് പ്രശാന്തമായ നിർമ്മലമായ നീലാകാശം പോലെ ആയിത്തീർന്നാൽ അത് തന്നെയാണ് ജ്ഞാനം. ഇടയ്ക്കിടയ്ക്ക് ഈ കാർമേഘങ്ങൾ വന്നു കയറുന്നു, ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ, അസ്വസ്ഥതയുടെ കൊടുങ്കാറ്റുള്ളിൽ അടിക്കുന്നു. കാറും കോളും ഒഴിഞ്ഞ പെയ്ത് തോർന്ന ഒരാകാശം, മേഘങ്ങളൊക്കെ പെയ്ത് വർഷിച്ച് എല്ലാം കടന്നുപോയി നിർമ്മലമായ ആകാശം. അതുപോലെയുള്ള ഒരു നിർമ്മലതയാണ് ജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്നത്. അദ്ദേഹം ശാന്തനായി സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പ്രകൃതി ചലിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങളിൽ പോലും അദ്ദേഹത്തിന് കർത്തൃത്വമില്ല. ഞാൻ ചെയ്യുന്നു, കാരണം ഇതെൻ്റെ ശരീരമല്ല, ഇതെൻ്റേതാണ് എന്നുള്ള വിചാരമില്ല. ആ മമത ഉള്ളിൽ നിന്ന് പോകണം. സംപ്രയാതി യഥാഗതം. അദ്ദേഹം വന്നതുപോലെ പോകുന്നവനാണ്. നമ്മൾ പറയാം അയാൾ വന്നതുപോലെ പോയി എന്ന്. ഈ വന്നതുപോലെ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോലാഹലവും ഉണ്ടാക്കാതെ, ബഹളം വയ്ക്കാതെ, ലോകത്തെ ഇളക്കി മറിക്കാതെ ശാന്തനായി ജീവിച്ച് ഇവിടുന്ന് അപ്രത്യക്ഷരാകുന്നതാണ് ഈ ജ്ഞാനികളുടെ സ്വഭാവം. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും മറ്റുള്ളവരറിയില്ല. അങ്ങനെ ജീവിച്ചു പോയ അനേകം ജ്ഞാനികളുണ്ട്. ചില ജ്ഞാനികളുടെ പേരുകൾ മാത്രമേ നമുക്കറിയാവൂ. അവരുടെ ജീവിത ചരിത്രം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇയാൾ ജ്ഞാനിയാണ് എന്ന് ആരും മനസ്സിലാക്കാതെ, മറ്റാരെയും ഇവർ അറിയിക്കാതെ ഈ ലോകത്ത് ജീവിച്ച് ശരീരത്തെ ത്യജിച്ചിട്ട് പോയ എത്രയോ ജ്ഞാനികളുണ്ട്. അവരുടെ ജീവചരിത്രമൊന്നും നമ്മുടെ മുമ്പിലില്ല. അതെന്തുകൊണ്ടാണ് ചില ജ്ഞാനികൾക്ക് മാത്രം പ്രശസ്തി? അത് അവൻ്റെ പ്രാരംഭം. ഈ പ്രസിദ്ധി, ജനങ്ങളുടെ ആദരവ്, ഇതുപോലും പ്രാരബ്ധത്തിൽ ഉൾപ്പെട്ടതാണ്. നമ്മൾ പ്രശസ്തരാകാൻ ശ്രമിച്ചാലും പ്രശസ്തി ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നും ചെയ്യാത്തവനൊക്കെ വലിയ പ്രശസ്തിയോടുകൂടി ജീവിക്കുന്നു. അത് സുപ്രസിദ്ധിയായാലും കുപ്രസിദ്ധിയായാലും. പത്രത്തിൽ ഫോട്ടോ വരണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം ചെയ്താൽ മാത്രമേ ഫോട്ടോ വരൂ എന്നൊന്നും നിർബന്ധമില്ല. കുത്ത്, കൊലപാതകം, പോക്കിരിത്തനം, കൊള്ളരുതായ്മ, ഇതൊക്കെ ചെയ്യുന്നവരെയും TV ചാനലുകളിൽ കാണിക്കാറുണ്ട്. ചിലതൊക്കെ കുപ്രസിദ്ധിയാണ്. എന്നാലും നമുക്ക് 4 പേരുടെ മുമ്പിൽ 4 പേരെ അറിയുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. ജ്ഞാനിക്ക് തൻ്റെ അസ്തിത്വത്തെ ഈ ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ ഒരു താല്പര്യവുമില്ല. അവർ ഒളിവിൽ കഴിയുന്നവരാണ്, മറഞ്ഞ് താമസിക്കുന്നവരാണ്. ജനമധ്യത്ത് ഇറങ്ങി വരാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഈ പ്രാരബ്ധം എന്ത് ചെയ്യുന്നറിയാമോ? ആൾക്കാരെ എവിടുന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും. അവരെല്ലാം കൂടെ ഈ ജ്ഞാനിയെ പൊക്കിക്കൊണ്ട് നടക്കും. അവിടെ സംസാരിക്കണം, ഇവിടെ സംസാരിക്കണം, ഞങ്ങളുടെ അമ്പലത്തിൽ സംസാരിക്കണം, ഇന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കണം എന്ന് ഈ ആളുകളെ കൊണ്ട് പ്രകൃതി പലതും ചെയ്യിക്കും. അദ്ദേഹത്തിന് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ
നിർബന്ധമില്ലാത്തത് കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. ബാലകൃഷ്ണൻ നായർ സാറിന് പ്രസിദ്ധി നേടാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പല പുസ്തകങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ എഴുതിയത്. പല സ്ഥലങ്ങളിലും ചെന്ന് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ 4 പേരറിയണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് കരുതുന്നത് ഒരിക്കലും ശരിയല്ല. ആളുകൾ ഇതുപോലെയുള്ള ചില ജ്ഞാനികളെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും, അവർ വഴങ്ങിക്കൊടുക്കും. അതും പ്രകൃതിയുടെ ഒരു ചേഷ്ടയായി ജ്ഞാനി കരുതും. നിർവാഹിത ജഗദ്യാത്ര ലോകസംഗ്രഹാർത്ഥ പ്രവൃത്തി യസ്യ. ഈ ജഗദ്യാത്ര എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ജീവിതം. ആ പ്രപഞ്ച ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പലരെയും ഉദ്ബുദ്ധരാക്കേണ്ട ഒരു ചുമതല നമ്മുടെ തലയിൽ വന്ന് വീഴും. പലരെയും ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പ്രാരബ്ധം ചിലർക്കുണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഈ സത്യം പറഞ്ഞു നടക്കുന്നത്. അത് അവരുടെ പ്രാരബ്ധത്തിൽപ്പെട്ടതാണ്. ലോകത്തെ ഉദ്ധരിക്കുക അതുപോലും പ്രാരബ്ധത്തിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരു ജ്ഞാനി ചെയ്തു എന്ന് വരാം. അങ്ങനെ സകല പ്രാരബ്ധ കർമ്മങ്ങളെയും ക്ഷയിപ്പിച്ചിട്ട് അക്കൗണ്ടുകളെല്ലാം സെറ്റിൽ ചെയ്ത് ഒന്നും വാങ്ങാനുമില്ല കൊടുക്കാനുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് കർമ്മവാസനകളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടി ജീവഭാവത്തെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നവരാണ് ജ്ഞാനികൾ. ആ പരമാത്മാവിൽ ലയിച്ച ആ വ്യക്തിയെ, ആ ജീവഭാവത്തെ ഒരിക്കലും പിന്നെ അതിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധ്യമല്ല. ശങ്കരാചാര്യരെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവഭാവത്തെ ആര് വിചാരിച്ചാലും വേർപെടുത്താൻ സാധ്യമല്ല. കാരണം ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നനാണ് എന്ന് ജീവൻ വിചാരിക്കുന്നത് അജ്ഞത കാരണമാണ്. നമ്മളാരും ഒരിക്കലും ബ്രഹ്മത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. നമ്മളൊക്കെ എന്നും ബ്രഹ്മമാണ്, ഇപ്പോഴും ബ്രഹ്മമാണ്. പണ്ടും അങ്ങനെയായിരുന്നു, ഇനി മേലും അങ്ങനെയാവും. ജീവഭാവം ഉദിക്കുന്നത് ബ്രഹ്മത്തിലാണ്. അപ്പോൾ ആ ജീവഭാവം ഉദിക്കുന്നതിന് മുമ്പ് അതെന്തായിരുന്നിരിക്കണം? ബ്രഹ്മമായിരുന്നിരിക്കണം. കടലിൽ പ്രത്യക്ഷപ്പെടുന്ന അലകൾ അലയായി ഉയരുന്നതിന് മുമ്പ് കടൽ വെള്ളമായിരുന്നേ പറ്റൂ. അതുപോലെ പൊന്തിയ ഓരോ ജീവനും ബ്രഹ്മമായിരുന്നിരിക്കണം, ബ്രഹ്മമായിരുന്നിരിക്കും, അതിൽ സംശയമില്ല. ഇനി ഈ ജീവഭാവം പൊന്തിയാലും തിര ഉയർന്നു വന്നാലും അതിലുള്ളത് വെള്ളമാണ്. ഇതുപോലെ ജീവഭാവം പ്രത്യക്ഷപ്പെട്ട് കർമ്മമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഇനി തത്വസാക്ഷാത്കാരത്തിലൂടെ ഈ ജീവഭാവം പരമാത്മാവിൽ വീണ്ടും ലയിച്ചു ചേർന്നാൽ അപ്പോഴും ഈ ജീവൻ ബ്രഹ്മമായി അവശേഷിക്കുന്നു. ഇപ്പം എന്താണ് കുഴപ്പം? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? തന്നെ ആത്മഭിന്നമായ ഒരു ജീവനായി കരുതുന്നു, അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. ആ സ്ഥിതിക്ക് കാരണം അജ്ഞാനമാണ്. വേണ്ടവണ്ണമുള്ള വിചാരമില്ലായ്മ, തത്വവിചാരത്തിൻ്റെ അഭാവം. തത്വവിചാരത്തിലൂടെയാണ് ഒരു ജീവൻ താൻ ബ്രഹ്മമാണ് എന്ന വസ്തുത തിരിച്ചറിയുന്നത്. അപ്പോൾ തത്വവിചാരമല്ലാതെ മറ്റൊന്നും നമ്മുടെ രക്ഷയ്ക്കെത്തുകയില്ല. കർമ്മങ്ങൾ കൊണ്ട് നേരിട്ട് ആത്മാവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. കർമ്മങ്ങൾ കൊണ്ട് ആദ്യം മനസ്സിനെ പവിത്രമാക്കുക, ചിത്തശുദ്ധി നേടുക. ആ ശുദ്ധമായ ചിത്തത്തെ വിനിയോഗിച്ച് തത്വവിചാരം ചെയ്യുക. തത്വവിചാരത്തിൻ്റെ പാരമ്യതയിൽ, അതിൻ്റെ പരിസമാപ്തിയിൽ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും. എന്താണ് ആ ജ്ഞാനം? ഞാൻ ബ്രഹ്മമാണ് എന്ന അറിവ് തന്നെ. ഈ ശരീരവും മനസ്സും ബുദ്ധിയും പ്രപഞ്ചവുമൊക്കെ എന്നിൽ കാണപ്പെടുന്ന വെറും മായാ ദൃശ്യങ്ങൾ, വെറും ഭ്രമങ്ങൾ,
ഞാൻ മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. ഇതാണല്ലോ വിവേകാനന്ദ സ്വാമികൾ അവസാനം പറഞ്ഞ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞാനില്ല, നീയില്ല, ഈ പ്രപഞ്ചം ഇല്ലേ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ആദ്യം പറഞ്ഞത് എന്താണ്? ഞാനില്ല. പിന്നെ പറഞ്ഞത് നീയില്ല. പിന്നെ പറഞ്ഞത് ഈ പ്രപഞ്ചം തന്നെ ഇല്ല. അവസാനം പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. ആ അവസാനത്തെ ഞാൻ എന്നതുകൊണ്ട് താനായിരിക്കുന്ന ആത്മാവിനെയാണ് വിവേകാനന്ദ സ്വാമികൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് 100% തീർച്ചയാണ്. ഒരേ വാക്ക് ആവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഒരേ അർത്ഥത്തിലല്ല, രണ്ടർത്ഥത്തിലാണ്. ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്ന ജീവഭാവം അത് സത്യമല്ല കുഞ്ഞേ. നിന്റെ ഉള്ളിലുള്ള ജീവഭാവം അതും സത്യമല്ല. നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നു, വസിക്കുന്നു എന്ന് കരുതുന്ന ഈ പ്രപഞ്ചവും സത്യമല്ല. പിന്നെ എന്താണ് സത്യം? ഞാൻ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഞാനായി പ്രകടമായതേതോ ആ ആത്മാവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. അത് മാത്രമാണ് സത്യം. മറ്റുള്ളതെല്ലാം വെറും ഭ്രമം. ഈ അറിവാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അറിവുമാണ്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതാണ് അറിവിൻ്റെ ഒരു വശം. ഉള്ളത് ആത്മാവ് മാത്രമാണ് എന്നുള്ളത് അറിവിൻ്റെ മറുവശം. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇത് ഒരു ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുമ്പോൾ ആ അറിവിൻ്റെ 2 വശങ്ങളാണ് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. ഈ രണ്ടറിവും ഒരേ സമയത്ത് ജ്ഞാനിക്ക് ലഭിക്കുന്നു. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇതിൻ്റെ ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ വായിക്കാം. നിർവാഹിത ജഗദ്യാത്ര ലോകസംഗ്രഹാർത്ഥ പ്രവൃത്തി യസ്യ. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ജനമധ്യത്തിൽ ഈ ആത്മതത്വത്തെ അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക, ലോകരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ലോകസംഗ്രഹം. അത് ഒരു ജ്ഞാനിയുടെ പ്രാരബ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ കർമ്മങ്ങളിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. യഥാ ആഗതം യഥാ പ്രാപ്തം. എന്ത് അദ്ദേഹത്തെ സമീപിക്കുന്നു ഈ പ്രപഞ്ചയാത്രയിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ അദ്ദേഹത്തെ എന്തെന്ത് അനുഭവങ്ങൾ സമീപിക്കുമോ ശിഷ്ടാചാരം സംപ്രയാതി അനുസരതി. എന്ത് അദ്ദേഹത്തെ സമീപിച്ചാലും അദ്ദേഹം സദാചാരത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നല്ലത് ചീത്ത എന്നുള്ള ഭേദം അദ്ദേഹത്തിന് ഇല്ലെങ്കിലും ശുഭാശുഭങ്ങൾ എന്നുള്ള വേർതിരിവ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇല്ലെങ്കിലും അദ്ദേഹം സദാചാരിയായിരിക്കും. ശിഷ്ടാചാരത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും വ്യതിചലിക്കുകയില്ല. ഉള്ളിൽ നല്ലത് ചീത്ത എന്നുള്ള വേർതിരിവില്ല. വിഹിത കർമ്മങ്ങൾ മാത്രമേ ഒരു ജ്ഞാനി ചെയ്യുകയുള്ളൂ. നിത്യാന്തശീതളോ മൗനി സത്വീഭൂതമനോവനിഹി പരിപൂർണാർണവാകാരോ ഗംഭീര പ്രകടാശയഃ. നിത്യ അന്തശീതള. എപ്പോഴും ഒരു ഉൾക്കുളിർമ ജ്ഞാനിക്ക് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചൂട്, താപം, നീറ്റൽ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും ഒരു കുളിർമയാണ്. നിത്യമായ അന്തശീതളത ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനി. നിത്യ ശീതള മൗനി. അദ്ദേഹം അനാവശ്യമായി സംസാരിക്കാറില്ല. എന്ന് വെച്ചാൽ ഒന്നും സംസാരിക്കാത്ത വ്യക്തി എന്നല്ല, അനാവശ്യമായി വിടുവായിത്തരം പറയുന്ന ഒരു വ്യക്തിയല്ല. അത്യാവശ്യത്തിന് മാത്രം വാ തുറക്കും. അതുകൊണ്ടാണ് ജ്ഞാനികൾ മൊബൈൽ ഉപയോഗിക്കാത്തത്. ഞാൻ ജ്ഞാനി എന്ന് പറയുകയല്ല. ഈ മൊബൈൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിളിക്കും. നമ്മൾ എടുക്കാതിരുന്ന എന്ത് ചെയ്യുന്നറിയാവോ? വീട്ടിൽ കയറി വരും. നിങ്ങളെ എത്ര പ്രാവശ്യം വിളിച്ചു? വല്ല ആശുപത്രി വല്ലതും ആയിപ്പോയോ, എന്തെങ്കിലും അസുഖം വന്നോ എന്ന് വിചാരിച്ച് നമ്മെ തേടി വരും. നമ്മൾ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചാലും
ഈ പ്രപഞ്ചം നമ്മെക്കൊണ്ട് സംസാരിപ്പിക്കും. എന്തുകൊണ്ടെന്നോ, സംസാരിക്കുന്നത് നമ്മുടെ പ്രാരബ്ധമായതുകൊണ്ടാണ്. എല്ലാവരെയും കൊണ്ടും ഈ പ്രപഞ്ചം സംസാരിപ്പിക്കുന്നില്ലല്ലോ. ഒന്നും സംസാരിക്കാതെ ഏതെങ്കിലും ഗിരിഗുഹകളിൽ താമസിച്ച് ആരാലും അറിയപ്പെടാതെ ഇവിടുന്ന് യാത്രയായ എത്ര ജ്ഞാനികളുണ്ട്. അവരെ കൊണ്ടൊന്നും ഈ പ്രപഞ്ചം, ഈ ജനങ്ങൾ സംസാരിപ്പിച്ചില്ലല്ലോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവരുടെ പ്രാരബ്ധത്തിലില്ല. അങ്ങനെയുള്ള ജ്ഞാനികൾ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാറ് പോലുമില്ല. ഇങ്ങനൊരു വ്യക്തി ഈ ഭൂമുഖത്തുണ്ടെന്ന് ആരും അറിയില്ല. നിത്യ അന്തശീതളഹ മൗനി. മൗനി എന്ന് പറഞ്ഞാൽ അകത്തും മൗനമാണ്, പുറമേ അദ്ദേഹം മിതമായി മാത്രമേ സംസാരിക്കൂ എന്നല്ല, ഉള്ളിലെ പരിപൂർണമായ നിശബ്ദത. ഒരനക്കവുമില്ല, ഒരു ചിന്തയും ഉള്ളിലില്ല, ഒരു വികാരവും ആ മനസ്സിൽ ഉദിക്കുന്നില്ല. മൗനി സത്വീഭൂത മനോവനിഹി. അദ്ദേഹത്തിൻ്റെ മനസ്സ് സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. സത്വഗുണ സമ്പുഷ്ടമായ മനസ്സ്. അതിൽ ചലനത്തിന് കാരണമാകുന്ന രജോ ഗുണം അല്പം പോലുമില്ല. അന്ധകാരം പോലെയുള്ള തമോ ഗുണത്തിനും ആ മനസ്സിൽ ഇടമില്ല. അങ്ങനെയുള്ള ആ ഒരു തമോ ഗുണവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് ജ്ഞാനിയുടെ മനസ്സ്? പരിപൂർണമായ സത്വം, പൂർണ്ണമായ സത്വഗുണം. രജസ് തമസ്സുകളുടെ സ്പർശം പോലുമില്ലാത്ത സത്വഗുണമാണ് ജ്ഞാനി മനസ്സ്. അതിന് ശുദ്ധസത്വം എന്നാണ് പറയുന്നത്. ഈ ശുദ്ധസത്വമാണ് ഈശ്വരൻ്റെ ഉപാധി. എങ്ങനെയാണോ അവിദ്യ ജീവൻ്റെ ഉപാധിയായിരിക്കുന്നത്, അതുപോലെ ശുദ്ധസത്വഗുണമാണ് ഈശ്വരൻ്റെ ഉപാധി. അങ്ങനെയുള്ള ഒരു മനസ്സാണ് ജ്ഞാനിയുടെ ഉള്ളിലെന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യക്ഷനായ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കണം. ശരീരത്തോടു കൂടി ഈ ലോകത്ത് സഞ്ചരിക്കുന്ന ഈശ്വരനാണ് ജ്ഞാനി. ആ ജ്ഞാനിയെ ഈശ്വരനായി അപൂർവം ചില വ്യക്തികൾ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. മറ്റുള്ളവരെന്താ? വലിയ ജ്ഞാനി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേകം വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്, ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈശ്വരനാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തേ? അത് ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മെ ഉദ്ധരിക്കാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജഗതീശ്വരനാണ് ജ്ഞാനി. അത് ഈ അജ്ഞരായ ജനങ്ങളുണ്ടോ അറിയുന്നു ആ സത്യം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും ഈശ്വരൻ തന്നെ മറച്ചു കളയുന്ന ചില പരമാർത്ഥങ്ങളാണ്. മഹാൻ, ജ്ഞാനി, ഗുരു എന്നൊക്കെ നമുക്ക് ഒരാളെ അംഗീകരിക്കാൻ പറ്റും. അദ്ദേഹത്തെ ഈശ്വരനായി എത്ര പേർക്ക് കാണാൻ പറ്റും? എത്ര പേർ അങ്ങനെ കണ്ടിട്ടുണ്ട്? അപൂർവം ചില ആളുകൾ മാത്രം. ഈശ്വര തുല്യനല്ല അദ്ദേഹം, സാക്ഷാത് ഈശ്വരൻ തന്നെ. എന്തിനാണ് നിങ്ങൾ തുല്യൻ എന്ന് പറയുന്നത്? അപ്പോൾ ഈശ്വരൻ വേറെ ഒരാളുണ്ട്, അദ്ദേഹവുമായി തുല്യതയുള്ളവൻ, അദ്ദേഹത്തിന് തുല്യനായവൻ. അപ്പോഴും നിങ്ങൾ ഭേദഭാവം പുലർത്തുന്നു. ഇദ്ദേഹം ഈശ്വരൻ തന്നെ. ലോകത്തെ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാനായി ഭഗവാൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്നവൻ. എന്തിനാണ് ഈ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ലീലയാണ്. അദ്ദേഹത്തിന് ഈ പ്രപഞ്ചമില്ലല്ലോ, ഇത് മായയാണല്ലോ, അദ്ദേഹത്തിൽ കാണപ്പെടുന്ന വെറും ഭ്രമമാണല്ലോ. എന്തിനാണ് അദ്ദേഹം ഈ ലോകത്ത് ജ്ഞാനികളുടെ പ്രത്യക്ഷപ്പെട്ട് ആളുകളെ ഉദ്ധരിക്കുന്നത്? അദ്ദേഹത്തിന് അതും ഒരു കളിയാണ്. കളിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവനാണ് ഈ ഭഗവാൻ. കുഞ്ഞുങ്ങളാണ് സാധാരണ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എപ്പോഴും കളിക്കണം കളിക്കണം എന്നുള്ളത്. ഈ ഭഗവാന് കളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കളി ഒരു പ്രത്യേക തരത്തിലുള്ള കളിയാണ്. അദ്ദേഹം തന്നെ പലതായി മാറും.
എന്നിട്ട് തമ്മിലടിക്കും, തമ്മിൽ യുദ്ധം ചെയ്യും, വെട്ടും കുത്തും നടത്തും, അഴിമതിയും അക്രമവും നടത്തും. കള്ളനായും പോലീസായും കളിക്കുന്നവനാണ് ഈ ഭഗവാൻ. പോലീസുകാരെന്താ? ഈശ്വരനല്ലേ? പോലീസായി, ആ പോലീസുകാരനായി പ്രകടമായിരിക്കുന്നത് ഈശ്വരനാണ്. കള്ളനായി മോഷണം നടത്തുന്നതും അതേ ഈശ്വരൻ. എന്തിനീ കളി എൻ്റെ ഭഗവാനെ? അത് അദ്ദേഹത്തെ നേരിൽ കണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? ചോദ്യം ചോദിക്കാൻ വന്ന വ്യക്തി അപ്രത്യക്ഷമാകും, മറഞ്ഞു പോകും. ജീവഭാവം ആ ഈശ്വരനിൽ ലയിച്ചു പോകും. പിന്നെ എന്ത് ചോദ്യം? എന്തിനെക്കുറിച്ച് ചോദ്യം? ഇതെല്ലാം ജീവന്റെ തലത്തിലാണ്. സത്വീഭൂത മനോവനിഹി പരിപൂർണ അർണവാകാര, നിറഞ്ഞു നിൽക്കുന്ന വ്യാപകമായ ഒരു മഹാസമുദ്രം പോലെയാണ് ഈ ജ്ഞാനിയുടെ ഹൃദയം. ഗംഭീര പ്രകടാശയ, ഗാംഭീര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗംഭീരനാണ്. ഈ ഗാംഭീര്യം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നുകൊണ്ടും കുലുങ്ങാത്ത അവസ്ഥ. ഒന്നിനും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. സുഖങ്ങളും അദ്ദേഹത്തെ ചലിപ്പിക്കുന്നില്ല, ദുഃഖങ്ങളും ചലിപ്പിക്കുന്നില്ല. ആരെയും കൂസാത്ത പ്രകൃതം. അഹങ്കാരം കൊണ്ടല്ല, തത്വം അറിഞ്ഞതുകൊണ്ട് ഒന്നിനെയും അദ്ദേഹത്തിന് ഭയമില്ല. ആരെയും കൂസാത്ത, എന്നാൽ ലോകത്തിൻ്റെ ദാസനായി ജീവിക്കുന്നവനാണ് ജ്ഞാനി. ലോകർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിയാണ് ഈ ജ്ഞാനി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഹങ്കാരിയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. പക്ഷേ അദ്ദേഹത്തെ വിരട്ടാൻ നോക്കണ്ട. നിങ്ങളായി കൊന്നുകളയും എന്നൊന്നും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ നോക്കണ്ട. അദ്ദേഹം ഉള്ളിൽ തൻ്റെ ജീവഭാവത്തെ കൊന്നിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അകത്ത് കൊല്ലാൻ വേറെ ഒന്നുമില്ല. ഈ ശരീരത്തെ നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, അത് ഞാൻ പണ്ടേ കൊന്നതാണ്. ഞാൻ ആദ്യം എൻ്റെ ശരീരത്തെ കൊന്നു, പിന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ കൊന്നത്. ശരീരം മിഥ്യയാണ് എന്ന് തീരുമാനിക്കുന്നതാണ് ശരീരത്തെ കൊല്ലുക എന്ന് പറയുന്നത്. അഹങ്കാരം ഒരു നിഴലാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അഹങ്കാരത്തെ കൊല്ലുക എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് കൊല നടത്തിയിട്ടിരിക്കുന്നവനാണ് ജ്ഞാനി. ആ ജ്ഞാനിയെ നിങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അത് പള്ളിച്ചെന്ന് പറഞ്ഞാൽ അവനിൽ കൊല്ലാനായിട്ട് ഒന്നും അവശേഷിക്കുന്നില്ല. സകലതും മിഥ്യയാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ചയാളാണ് ഈ ജ്ഞാനി എന്ന് പറയുന്നത്. ഗംഭീര പ്രകടാശയ, അതിന് വലിയ വ്യാഖ്യാനമൊന്നുമില്ല. സ്വയം ഹ്ലാദം ധത്തേ അന്യസ്യ ച കരോതി. അവർ എപ്പോഴും ഉള്ളിൽ ആനന്ദമനുഭവിക്കുന്നവരാണ്, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവരുമാണ്. അവരുടെ ജീവിതമാണ് ധന്യമായ ജീവിതം. അവരാണ് ജീവിത ലക്ഷ്യം നേടിയവർ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ആകാതെ, അവരെയും ഇവരെയും ഒക്കെ പോലെ ജീവിക്കാതെ നമുക്ക് ജ്ഞാനികളായി മാറാം. ജ്ഞാനികളെപ്പോലെയുള്ള ശ്രേഷ്ഠമായ ജീവിതം നമുക്കും നയിക്കാം.